ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 10,000ങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്ന് കേരളത്തിൽ ഓടുന്ന KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്നതാണ്. ഇത് മാറ്റത്തിലേക്കുള്ള പ്രയാണം എന്നാണ് അന്ന് പലരും വിശേഷിപ്പിച്ചത്. ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിൽ വന്നു. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ 10 വർഷത്തിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആ മുഖ്യമന്ത്രി ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ജൂൺ മാസം 15 മുതൽ കേരളത്തിലെ KSRTCകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്നാണ്. കേരളത്തിലെ KSRTCയെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ അഭിമാന സ്തംഭമായ ഈ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ മന്ത്രിസഭയിലെ, അതായത് പിണറായി സർക്കാരിലെ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനോട് ഒരു നന്ദി പറയാനുള്ളത്, അദ്ദേഹം ഗതാഗത മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ KSRTCയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. KSRTC ജീവനക്കാർക്ക് കൃത്യമായി അവസാന കാലത്ത് കൃത്യമായി ശമ്പളം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ KSRTCയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ തൊഴിലാളി സംഘടനകൾ ചില ഉടക്കി വെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും കുറച്ചുകൂടി കാര്യങ്ങൾ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന് നടത്താൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി KSRTCയിൽ വനിതകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യ യാത്ര എന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏതെല്ലാം ബസ്സുകളിൽ സൗജന്യം ലഭിക്കും, ഏതെല്ലാം ബസ്സുകളിൽ സൗജന്യം ലഭിക്കാതിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനങ്ങൾ ആദ്യത്തെ വാഗ്ദാനമായ KSRTC സൗജന്യ യാത്ര വലിയ ഒരു ആശ്വാസമല്ലേ സ്ത്രീകൾക്ക് നൽകുന്നത്? സ്ത്രീകൾക്ക് ആശ്വാസം തന്നെയാണ്. പക്ഷെ മറ്റൊരു വശത്തൊരു ചോദ്യമുണ്ടല്ലോ, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുകയാണ് എങ്കിൽ KSRTCയുടെ അവസ്ഥ എന്താകുമെന്നൊരു ചോദ്യമുണ്ട്. ആനവണ്ടി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സർക്കാരിന് ഈ ഒരു വാഗ്ദാനം, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ കൊടുത്ത ഈ ഒരു വാഗ്ദാനം സർക്കാരിനെ വളരെ നെഗറ്റീവായി ബാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. 5 ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചു. പ്രകടന പത്രികയ്ക്ക് അപ്പുറം 5 ഗ്യാരണ്ടികളാണ് മുന്നോട്ട് വെച്ചത്. ഈ 5 ഗ്യാരണ്ടികൾ നടത്താൻ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നുള്ളത് തന്നെയാണ്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് സംശയവും ആശങ്കയും ഉണ്ടായിരുന്നു, ഈ പദ്ധതി നടപ്പിലാകുമോ, അല്ലെങ്കിൽ സർക്കാർ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന്. മറുവശത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പറയാതെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്ന സമയത്ത് KSRTCയിലെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇനി സാധാരണ സർക്കാർ ജീവനക്കാരായ ആളുകൾക്ക് കിട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. സർക്കാർ ജീവനക്കാർക്ക് നൽകുമോ, അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്കാണോ? അത്തരത്തിൽ സ്ത്രീകളെ തന്നെ വേർതിരിക്കുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡമായിരിക്കുമോ കൊണ്ടുവരിക? അതോ KSRTC നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുമ്പോൾ അവിടെ പിങ്ക് ബസ്സുകളിലാണ്, ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഇത്തരം സൗജന്യ യാത്ര നൽകുന്ന സ്ത്രീകൾക്ക്. അപ്പൊ കേരളത്തിൽ എങ്ങനെയായിരിക്കും? ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും നൽകില്ലേ? ഓർഡിനറി ബസ്സിലായിരിക്കുമോ? അതോ ഇനി പർട്ടിക്കുലറായി ഏതെങ്കിലും ഒരു ബസ് മാത്രമായിരിക്കുമോ, പിങ്ക് ബസ് പോലെ ഏതെങ്കിലും ഒരു ബസ് മാത്രമായിരിക്കുമോ നൽകുക എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഈ സർക്കാരിലുള്ള വിശ്വാസവും സാധാരണക്കാർക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്, സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ജെൻഡർ അറിയാൻ വേണ്ടി KSRTCയിൽ ടിക്കറ്റിനൊപ്പം ജെൻഡർ രേഖപ്പെടുത്തുന്ന ഒരു രീതി കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രി ആദ്യ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന്. ഇത് ഒരു വശത്ത് സ്ത്രീകൾക്ക് ആശ്വാസം നൽകുമ്പോൾ മറുവശത്ത് ആശങ്ക കൂടിയുണ്ട്. എന്തായിരിക്കും മാനദണ്ഡം? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കിടയിൽ തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കുമോ, അതോ മറിച്ച് ബസ്സുകളിലായിരിക്കുമോ, അതോ ഇനി ഏതെങ്കിലും സ്പെഷ്യൽ ബസ്സിലായിരിക്കുമോ? അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സർക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകളെ KSRTCയിൽ കയറ്റുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ അതിലൂടെ ഒരു കുടുംബമായി പോകുന്ന അവർ പുരുഷന്മാർ ആ ബസ്സിൽ കയറും, അതിലൂടെ ലാഭം ഉണ്ടാകാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണ് എന്ന് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ്, എന്തൊക്കെയോ പ്ലാൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണമല്ലോ ജൂൺ 15 എന്നൊരു ഡേറ്റ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂൺ 15 KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ മാനദണ്ഡങ്ങൾ എന്തായിരിക്കും? സ്ത്രീകളെ തന്നെ വേർതിരിച്ചുകൊണ്ടുള്ള മാനദണ്ഡമായിരിക്കും, അതോ ബസ്സിന്റെ കാര്യത്തിലാണോ മാനദണ്ഡം ഉണ്ടാകുക എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പ്രഖ്യാപിക്കുന്ന സമയത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും മുന്നോട്ട് സർക്കാർ വെച്ചിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അധികാരത്തിലേക്ക് കയറുമ്പോൾ മാനദണ്ഡങ്ങൾ വെക്കുമ്പോൾ പ്രതിപക്ഷം അത് വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അയൽ സംസ്ഥാനമായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായ തമിഴ്നാട്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര നൽകുന്നുണ്ട്. തമിഴ്നാട്ടിൽ സിറ്റി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും പ്രീമിയം സർവീസുകൾ ഒഴികെയുള്ള സംസ്ഥാനത്ത് എവിടെയും
സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. സൗജന്യ യാത്ര വന്നതോടെ പ്രതിമാസം 2500 രൂപ വരെ മിച്ചം പിടിക്കാൻ തെലങ്കാനയിലെ വനിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഈ തുക കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ ആരോഗ്യം എന്നീ മേഖലകളിലാണ് ചെലവഴിക്കപ്പെടുന്നതുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ചേട്ടാ, അതിനകത്തൊരു കാര്യമുണ്ടല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അവർക്കൊരു സേവിങ്സ്, ആ ഒരു ബസ് യാത്രയുടെ തുക സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറുവശത്ത് KSRTC-യുടെയും സർക്കാരിന്റെയും അവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനം 8 കോടി രൂപ വരെയാണ്. 50% പേർക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ സർക്കാർ സബ്സിഡിയായി പ്രതിമാസം 90 കോടി രൂപ നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. തമിഴ്നാട്ടിൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ വനിതാ യാത്രക്കാർ 40%-ൽ നിന്നും 70%-ആയി ഉയർന്നെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് ആനുപാതികമായി സർക്കാർ സബ്സിഡി വർദ്ധിപ്പിച്ചു. സമാന സാഹചര്യം കേരളത്തിലും ഉണ്ടാകും. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര നൽകിയാൽ 90 കോടി രൂപയും ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ എന്നിവയിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ 60 കോടി രൂപയും പ്രതിമാസം വേണ്ടിവരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ചെലവ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കർണാടകയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്ര. 2023 മെയ് മുതൽ നിലവിലുണ്ട്. സംസ്ഥാനത്ത് 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കീഴിലുള്ള ഓർഡിനറി, എക്സ്പ്രസ്, നഗര സാരികെ, കർണാടക സാരികെ, ഗ്രാമാന്തര സാരികെ, ബാംഗ്ലൂരു സാരികെ ബസ്സുകളാണ് സംസ്ഥാനങ്ങളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ലക്ഷറി, AC, സ്ലീപ്പർ ബസ്സുകളിൽ അനുവദിച്ചിട്ടുള്ള പ്രതിദിനം 75 ലക്ഷം സ്ത്രീകൾ പദ്ധതി ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അതായത് കർണാടക സാരികെ പോലെയുള്ള ബസ്സുകളിലെ ഈ ഉപയോഗം നമ്മുടെ സിറ്റി യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നതല്ലേ കർണാടകയിൽ? തീർച്ചയായും കർണാടകയിൽ മാത്രമല്ല, സിറ്റി യാത്രക്കാർക്കെന്നല്ല, ഇപ്പൊ നമ്മൾ കേരളത്തിൽ എടുത്താലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് ഗുണകരമാണ്. പക്ഷെ ഞാൻ മറുവശത്ത് മറ്റൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. കർണാടക പോലെയല്ല കേരളം. കേരളം കുറച്ചുകൂടി ആളുകൾ, സ്ത്രീകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ പലരും ചിന്തിക്കുക, അല്ലെങ്കിൽ പലരും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുകയുണ്ടായി, എനിക്ക് സൗജന്യ യാത്ര വേണ്ട, ഞാൻ KSRTC-യിൽ പണം കൊടുത്തു തന്നെ യാത്ര ചെയ്യും. അത്തരം സ്ത്രീകൾ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എല്ലാ സ്ത്രീകളും KSRTC-യിൽ സൗജന്യ യാത്രയ്ക്ക് തയ്യാറാകുമെന്ന്. കേരളത്തിന്റെ ആനവണ്ടിയുടെ സ്ഥിതിയൊക്കെ അറിയാവുന്ന സാധാരണക്കാരായ, ഞാൻ പറഞ്ഞത് വളരെ സാധാരണക്കാരായ സ്ത്രീകൾ ഇത് ഉപയോഗപ്പെടുത്തുകയും സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീകൾ, സമത്വത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ആളുകൾ ആരും ഈ സൗജന്യ യാത്ര സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിൽ. കാരണം കേരളത്തിൽ സ്ത്രീയും പുരുഷനും സമത്വം വേണം, സമത്വമാണ് വലുത് എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും ഈ ഒരു യാത്ര, സൗജന്യ യാത്ര സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയൊക്കെ ആവുമ്പോൾ, അങ്ങനെ കുറച്ചു പേർക്ക് സ്വീകരിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. എന്തായാലും ഈ പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്. സ്ത്രീകൾക്ക് ഒരു ആശ്വാസം നൽകുന്നത് തന്നെയാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോഴും മറുവശത്ത് ഒരു ആശങ്കയുള്ളത് KSRTC-യുടെ അവസ്ഥ എന്താകും. അത് ഈ ഗവൺമെന്റിന്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ഇനി അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന മാനദണ്ഡങ്ങൾ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ അടിക്കാനുള്ള വടിയാകില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. തീർച്ചയായും കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തനിക്ക് KSRTC-യിൽ സൗജന്യ യാത്ര വേണ്ട എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഇതിന് തയ്യാറായിട്ടുണ്ട്. കാരണം ഇതിന് കേരളത്തിൽ 50,000 1 ലക്ഷം സാലറി വാങ്ങുന്ന ആളുകൾക്ക് സൗജന്യ യാത്ര വേണ്ട എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ ഒരു മാനദണ്ഡം പറയണമായിരുന്നു. തീർച്ചയായും അതിന് UDF തയ്യാറാകാത്തത് വരും ദിവസങ്ങളിൽ KSRTC-യുടെ അവസ്ഥ അതിദയനീയമായ സാഹചര്യത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ 2021-ലാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി നടപ്പിലാക്കിയത്. ഇത് ഓർഡിനറി സർക്കാർ ബസ്സുകളിൽ പരിധിയില്ലാതെ യാത്ര നടത്താമെങ്കിലും ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിലും ഡീലക്സ് ബസ്സുകളിലും ഒന്നും സൗജന്യ യാത്ര അനുവദിക്കുന്നില്ല. ആ രൂപത്തിൽ നടപ്പിലാക്കിയാൽ കേരളത്തിൽ ഒരു പരിധിവരെ KSRTC-ക്ക് പിടിച്ചേൽക്കാൻ കഴിയും. അല്ലാതെ ഒരാൾക്കും KSRTC-യിൽ സൗജന്യ ബസ് യാത്ര കൊടുക്കണ്ട എന്ന് തന്നെയാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ KSRTC-യുടെ കേരളത്തിന്റെ അഭിമാന സ്തംഭമായ ആനവണ്ടി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുട്ടിയത് അടച്ചുപൂട്ടാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് മാത്രമല്ല, KSRTC സൗജന്യ യാത്ര കൊടുത്താൽ അത് സ്വകാര്യ ബസ് വ്യവസായത്തെയും ബാധിക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ കാര്യക്ഷമമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. അല്ല, സർക്കാർ പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും ബദൽ പദ്ധതികളുണ്ട്, എല്ലാം മുന്നിൽ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഇനി സർക്കാർ തന്നെയാണ് മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് പറയേണ്ടത്. എന്ത് ബദൽ പദ്ധതിയാണ് സർക്കാരിന്റെ മനസ്സിലുള്ളതെന്ന് നമുക്കറിയില്ല. അതുകൂടി മുന്നോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് KSRTC നഷ്ടത്തിലാകുമോ, ഈ എന്താണ് ഇന്ദിരാ ഗ്യാരണ്ടി നാശത്തിലേക്കുള്ള ഗ്യാരണ്ടി ആകുമോ എന്നൊക്കെ പറയാൻ കഴിയുക. തീർച്ചയായും KSRTC-യുടെ ഈ സൗജന്യ പദ്ധതി ജൂൺ 15 നടപ്പിലാക്കിയതിനു ശേഷം നമുക്ക് KSRTC-യുടെ വരുമാനം എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും ആകാംക്ഷപൂർവ്വം കേരളത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ് ഈ KSRTC-യിലെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ തന്നെ പുറത്തുവിടുകയും ചെയ്യും.